ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് പരസ്പരം കാണാനൊരു അവസരം ഉണ്ടാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സോ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവത്തെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു സാധാരണ അവയവം എന്നതിലുപരി മനുഷ്യ വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു അവയവമാണിത്. അതായത് അതേത് ഇമോഷൻസ് ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ഏത് ഇമോഷൻസ് ആയിക്കോട്ടെ, അവയെക്കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചൊരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു അവയവമാണ് ഇത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൃദയത്തെക്കുറിച്ചാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹൃദയം എന്താ, ഹൃദയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താന്നൊക്കെ നമുക്ക് ഏവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം ഒരു ആന്തരിക അവയവമാണ്. ഹൃദയം ഒരു ആന്തരിക അവയവമാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു അവയവമാണ് ഹൃദയം. അതുകൊണ്ട് ഹൃദയം ഒരു ആന്തരിക അവയവമാണ്. ഇനി ഈ ഹൃദയം എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം. ഹൃദയത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഔരസാശയത്തിൽ മാറിലെ എല്ലിന് പുറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഔരസാശയത്തിൻ്റെ മാറിൻ്റെ എല്ലിന് പുറകിലായിട്ട് നടുവിൽ 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ കുറച്ച് ഇടതുവശത്തേക്ക് ചേർന്ന് അല്പം ചെരിഞ്ഞാണ് ഹൃദയത്തിൻ്റെ പൊസിഷൻ. അങ്ങനെ അവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം എവിടെ ഹൃദയത്തിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലായില്ലേ? ഇനി ഇതാണൊരു ഹൃദയം. നമുക്കറിയാം ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമുക്ക് ഹൃദയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഈ ഹൃദയത്തിന് വെറും 300 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. അതുപോലെ ആ ഒരു സവിശേഷത മാത്രമല്ല ഹൃദയത്തിനുള്ളത്, മറ്റു സവിശേഷതകളും ഹൃദയത്തിനുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ഹൃദയത്തിന് ഏകദേശം 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ തൂക്കമുണ്ടാകും. അതായത് നമ്മുടെ ഒരു ഹൃദയത്തിന് ഏകദേശം അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെയാണെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ വലുപ്പം എങ്ങനെയുള്ളതാണ്? നമ്മുടെ കൈൻ്റെ മുഷ്ടിയില്ലേ, അതേപോലെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക. നമ്മുടെ ഒരു മുഷ്ടിയുടെ വലുപ്പമാണ് ഹൃദയത്തിന് ഉണ്ടാവുക. ഇനി ഈ ഹൃദയത്തെ പൊതിഞ്ഞ് ഒരു സ്ഥലം കാണുന്നുണ്ട്. അതിനെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഇനി ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിന് ഏകദേശം 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ തൂക്കമുണ്ടാകും. ഒരു മനുഷ്യൻ്റെ മുഷ്ടിയുടെ വലുപ്പമാണ് അയാളുടെ ഹൃദയത്തിന് ഉണ്ടാവുക. ഹൃദയത്തെ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ അറകളാണ്. എത്ര തരം അറകളാണ് ഹൃദയത്തിനുള്ളത്? 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മുകൾ ഭാഗത്ത് 2 അറകളും താഴെ 2 അറകളുമാണുള്ളത്. മുകൾ ഭാഗത്തെ 2 അറകളെ നമ്മൾ ഏട്രിയങ്ങൾ എന്നും കീഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറകളെ നമ്മൾ വെൻട്രിക്കിൾ എന്നും പറയുന്നു. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ നമുക്ക് കാണാം. മുകൾ ഭാഗത്തെ 2 അറകളെ ഏട്രിയങ്ങൾ എന്നും, അതായത് ഇടത് ഏട്രിയം വലത് ഏട്രിയം, അതാണ് റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം. തൊട്ട് താഴെ 2 വെൻട്രിക്കിളാണ്, റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിൾ
വലത് വെൻട്രിക്കിൾ. ഇതാണ് ഹൃദയത്തിൻ്റെ 4 അറകൾ. അപ്പോൾ ഹൃദയത്തിന് 4 അറകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കൂ. ഏതൊക്കെയാ ഹൃദയത്തിൻ്റെ 4 അറകൾ? 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കുകളും. മുകൾ ഭാഗത്ത് 2 ഏട്രിയങ്ങൾ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം. അതുപോലെ തന്നെ താഴെ 2 വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഇനി ഹൃദയത്തിലെ പ്രധാന രക്തക്കുഴലുകളെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയത്തിൽ ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. ആദ്യം നമ്മൾ പറയുന്നത് ധമനികളെ കുറിച്ചാണ്. ധമനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഇനി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ സിരകൾ എന്ന് വിളിക്കുന്നു. ധമനികളും സിരകളും നോക്കുക. ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഇനി ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ സിരകൾ എന്ന് വിളിക്കുന്നു. അതായത് നമുക്കിവിടെ നോക്കാം. വെയിനാണ് സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെയിനാണ് സിരകൾ. അതായത് വെയിൻ വഴി, സിര വഴി ശരീരത്തിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ഇനി ആർട്ടറി അഥവാ ധമനി എന്താ ചെയ്യുന്നത്? രക്തം മറ്റു ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ മറ്റു അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കുകയാണ് ആർട്ടറി ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. ശുദ്ധരക്തം ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സിരകൾ അഥവാ വെയിൻസ്. അപ്പോൾ സിരകൾ എന്ന് പറഞ്ഞാൽ വെയിൻസ്, ധമനികൾ എന്ന് പറഞ്ഞാൽ ആർട്ടറീസ്. ഇനി നമുക്കറിയാം ഹൃദയത്തിൻ്റെ ധർമ്മം എന്താണ്. എന്താ ഹൃദയത്തിൻ്റെ ധർമ്മം? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുക, അതാണ് ഹൃദയത്തിൻ്റെ പ്രധാന ധർമ്മം. ഏകദേശം 5 ലിറ്റർ രക്തമാണ് 1 മിനിറ്റിൽ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുക എന്നതാണ് എന്തിൻ്റെ ധർമ്മം? ഹൃദയത്തിൻ്റെ ധർമ്മം. ഏകദേശം 1 മിനിറ്റിൽ 5 ലിറ്റർ രക്തമാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഹൃദയത്തിലെ അറകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 4 അറകൾ. ഏതൊക്കെയാ? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കുകളും. അങ്ങനെയുള്ള ഹൃദയത്തിലെ അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയസ്പന്ദനം ഉണ്ടാവുന്നത്. അതായത് ഹൃദയത്തിലെ അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഹൃദയസ്പന്ദനം. അപ്പോൾ ഓരോ മിനിറ്റിലും ഏകദേശം 72 to 74 തവണയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്നത്. മനസ്സിലായോ? ഏകദേശം 1 മിനിറ്റിൽ 72 to 74 തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. ഹൃദയത്തിലെ അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഹൃദയസ്പന്ദനം അനുഭവപ്പെടുന്നത്. ഏകദേശം 72 മുതൽ 74 മിനിറ്റാണ് ഹൃദയം ഇടിക്കുന്നത്. നമ്മൾ 1 മിനിറ്റിൽ 5 ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. 1 മിനിറ്റിൽ ഹൃദയം ഇടിക്കുന്നത് 72 മുതൽ 74 തവണയാണ്. മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വെയിൻ്റെയും ആർട്ടറിയുടെയും പിക്ചർ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ. എന്താണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വെയിൻസ് വഴി എവിടേക്ക് എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിൽ നിന്നും എന്താണ്? ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുകയാണ് ആരുടെ ധർമ്മം? ആർട്ടറീസ് അഥവാ ധമനികളുടെ ജോലി. ഇനിയൊരു ചിത്രം കണ്ടോ? എന്താ ഈ ചിത്രം സൂചിപ്പിക്കുന്നേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലായോ ഇതെന്താന്ന്? അതായത് നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 1 മിനിറ്റ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവയവമാണ് എന്ത്? ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ ആവശ്യമായ രീതിയിൽ, അതായത് ആരോഗ്യകരമായ രീതിയിൽ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു പോറൽ പോലും വരരുത്, അതായത് ഹൃദയത്തിൽ ഒരു പോറലേൽക്കാതെ വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോറലേൽക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മളിന്ന് എന്താ പഠിച്ചേ? എന്താണ് ഹൃദയം, ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് പഠിച്ചു, എത്ര തരം രക്തക്കുഴലുകളുണ്ടെന്ന് പഠിച്ചു, അവയുടെ ധർമ്മം എന്താണെന്ന് പഠിച്ചു, എത്ര അറകളുണ്ടെന്ന് പഠിച്ചു. അതേപോലെ ഹൃദയത്തിൻ്റെ സ്ഥാനം, ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും പഠിച്ചു. എവിടെയാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം? ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? പറഞ്ഞു നോക്കി നോക്കൂ. ഔരസാശയത്തിൽ മാറലിനോട് ചേർന്ന് ശ്വാസകോശങ്ങൾക്കിടയിൽ നടുവിൽ അല്പം ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് ഹൃദയം. എവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് എന്നാ പറഞ്ഞാൽ? ഔരസാശയത്തിൽ മാറലിനു പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും ഇടയിൽ അല്പം ചെരിഞ്ഞ്, ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം കാണപ്പെടുന്നത്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ പഠിച്ചു ഹൃദയത്തെ ആവരണം ചെയ്ത് പെരികാർഡിയം ഉണ്ട്. പെരികാർഡിയൽ ദ്രവം സ്ഥലങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്നാ പഠിച്ചേ? ഹൃദയത്തിന് 4 അറകളുണ്ട്. 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കിളും. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഇനി സിര, ധമനി എന്നിവയുടെ ധർമ്മം എന്താ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ് സിര അഥവാ വെയിൻ. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ മറ്റ് ഓർഗൻസിലേക്ക്, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം പ്രവഹിക്കുന്നതാണ് ധമനി അഥവാ അയോട്ട. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഹൃദയം എന്താണെന്നും ഹൃദയത്തിൻ്റെ സ്ഥാനം, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ച സ്ഥലം, ഹൃദയത്തിൻ്റെ അറ, അതേപോലെ തന്നെ ഹൃദയത്തിലെ കുഴലുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. വായിച്ചു നോക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.